മണൽത്തരികളുടെ എണ്ണം നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല, നമ്മൾ കാണുന്ന സംഗതിയാണ്. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ നമുക്ക് പൂർണ്ണമായി അതിൻ്റെ എണ്ണം നമുക്ക് നിശ്ചയിക്കാൻ, നമുക്ക് എണ്ണാൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലെങ്കിൽ മരങ്ങളിൽ, നമ്മൾ നിത്യേന കാണുന്ന മരങ്ങളിലുള്ള ഇലകൾ നമുക്ക് അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ, കടലിലുള്ള മത്സ്യങ്ങളെ നമുക്ക് തിട്ടപ്പെടുത്താൻ, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധ്യമല്ലെങ്കിൽ, പിന്നെ നമ്മുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ ശ്രോതാക്കളെ, ബുദ്ധി എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിരിക്കെ ആ ബുദ്ധിയെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ച് ഇഹപര ജീവിതത്തിലെ വിജയത്തിന് വേണ്ട രൂപത്തിൽ അതിനെ ഉപയോഗിക്കുക, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾക്കും അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ ബുദ്ധിയെ അംഗീകരിക്കുകയും അതിൻ്റെ കഴിവുകളെ തിരിച്ചറിയുകയും അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വലിയ നിലയിൽ ഇഹപര വിജയങ്ങളിൽ എത്തുന്നത്. എന്നാൽ ആ ബുദ്ധിയുടെ പരിമിതി മനസ്സിലാക്കി അതിൻ്റെ പരിധികൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിൽ ശരിയായ ദിശയിൽ നമുക്കതിനെ കൊണ്ടുപോകാൻ സാധിക്കുക. ബുദ്ധിയുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളത് അതൊരിക്കലും ബുദ്ധിയെ ആദരിക്കുന്നതിൻ്റെ ഭാഗമല്ല, ബുദ്ധിക്ക് അതിനർഹമായ സ്ഥാനം കൊടുക്കലല്ല. അത് കഴിയാത്ത ഒരു കാര്യം ബുദ്ധി കൊണ്ട് ചെയ്യാൻ ശ്രമിക്കലാണ്. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ നല്ല ശക്തനായ മനുഷ്യനാണ് എന്നതുകൊണ്ട് ഒരു വീട് പൊന്തിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശക്തിയെ ആദരിക്കലല്ലോ. നല്ല കാഴ്ചശക്തിയുള്ളൊരു മനുഷ്യനോട് സൂര്യനിലേക്ക് നോക്കാൻ പറഞ്ഞാൽ, സൂര്യനിലേക്ക് വളരെ സൂക്ഷ്മമായി നോക്കൂ എന്നാവശ്യപ്പെട്ടാൽ അതവൻ്റെ കാഴ്ചശക്തിയെ ആദരിക്കലല്ല, മറിച്ച് അതിനെ പ്രയാസപ്പെടുത്തി അതുകൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കലാണ്. ഇതുപോലെ തന്നെ ബുദ്ധിയുടെ മേഖലകളിൽ, ബുദ്ധി ഉപയോഗിക്കേണ്ട മേഖലകളിൽ ഉപയോഗിക്കേണ്ടതുപോലെ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ശരിക്കും ബുദ്ധിക്ക് നമ്മൾ നൽകുന്ന ആദരവ്. ഒരു താഴ്വര, അതിലൊരുപാട് വെള്ളം അതിലുണ്ടാകാം, ഒരുപാട് വെള്ളം കൊള്ളുന്നൊരു താഴ്വര. പക്ഷെ സമുദ്രത്തിലെ മുഴുവൻ വെള്ളവും ഒരു താഴ്വരയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ശ്രമിച്ചാലോ അതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. വലിയ ഭൂകമ്പം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ബുദ്ധിയുടെ കഴിവിൻ്റെ ശേഷിയുടെ ഉള്ളിൽ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മൊബൈൽ ഫോൺ കണക്ടിവിറ്റി ഇല്ലാത്ത, നമ്മൾ സാധാരണ പറയുന്നത് പോലെ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് പോയാൽ എത്ര നല്ല മൊബൈൽ ഫോൺ ആണെങ്കിലും അവിടെ ആ സിമ്മിന് റേഞ്ച് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള കണക്ടിവിറ്റി അവിടെ ഇല്ലെങ്കിൽ അത് അവിടെ ഉപകാരപ്പെടുകയില്ല, അതുകൊണ്ട് അവിടെ ഫലം ലഭിക്കുകയില്ല. എന്നതുപോലെ തന്നെയാണ് ബുദ്ധിയുടെ കാര്യവും. അത് ബുദ്ധി വിനിയോഗിക്കാവുന്ന, അതിന് സ്വാധീനമുള്ള, കഴിവുള്ള മേഖലകളിലാണ് അതിനെ വിനിയോഗിക്കേണ്ടത്. ഈ ഒരു ആശയം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം മഹാനായ ഇമാം ഇബ്നു ബത്താർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഇബാനയിൽ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സനദിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആശയം വളരെ സമ്പുഷ്ടമായ ആശയമാണ് അതിനുള്ളത്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനുമായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് ആ പിതാവ് അദ്ദേഹത്തോട് പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ലഖദ് ഹയ്യറത്തിൽ ഖുസൂമത്തു അഖ്ലഹു, എൻ്റെ മകൻ്റെ ബുദ്ധി, അവൻ തർക്കിച്ച് അവൻ്റെ ബുദ്ധിയാകെ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട്. വഅദ്ഹബത്തിൽ മുനാസിഅതു ഖൽബഹു, അവൻ്റെ മാനസിക ശേഷി തർക്കത്തിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വദഹബത് ബിഹിൽ കുൽഫത്തു അൻ റബ്ബിഹി, റബ്ബിനുള്ള കുൽഫത്ത്, അള്ളാഹുവിനോടുള്ള ബാധ്യത, അതുപോലും അവനിൽ നഷ്ടപ്പെട്ടു പോയി. ബുദ്ധിയില്ലാത്തൊരവസ്ഥയിലേക്ക്, ബുദ്ധിയിൽ തകരാറ് സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ ബുദ്ധിപരമായി ആ മകനെ ബുദ്ധിയുടെ പരിമിതി ബോധ്യപ്പെടുത്തുകയാണ്. ആ മകനോട് പറഞ്ഞു, ഉംദുദ് ബസ്റക യാ ഇബ്ന അഖി മസ്സവാദുല്ലദി തറ, കുറച്ച് ദൂരെയുള്ള ഒരു നിഴൽ, അല്ലെങ്കിൽ ഒരു കറുത്ത ഒരു നിഴൽ കാണിച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ സഹോദരപുത്ര, നീ ദൂരെ കാണുന്ന ഒരു കറുത്ത ആ ഒരു നിഴലില്ലേ, അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അതൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഈ യുവാവ് പറഞ്ഞു, അതൊരു മനുഷ്യനാണ്, മനുഷ്യൻ്റെ നിഴലാണ്.
അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞ സത്യമാണ്. ഫമൽ ഖയാലുൽ മുസ്റഫു മിൻ ഖൽഫിഹി, ആ മനുഷ്യൻ്റെ അപ്പുറത്ത് മറ്റൊരു വലിയൊരു നിഴൽ നീ കാണുന്നുണ്ടല്ലോ, അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല, അതെനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ മനുഷ്യൻ്റെ നേല് വരെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ള നേല് എന്താണെന്ന് എൻ്റെ കണ്ണുകൊണ്ട് എനിക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്ന അഖി, എൻ്റെ സഹോദരപുത്ര, ഫകമാ ജഅല അല്ലാഹു ലിഅബ്സാരിൽ ഉയൂനി ഹദ്ദൻ മഹ്ദൂദ, അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ണുകളുടെ കാഴ്ചകൾക്ക് നിശ്ചിതമായ ഒരു പരിധി വെച്ചതുപോലെ തന്നെ, അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നതുപോലെ തന്നെ, മിൻ ദൂനിഹ ഹിജാബൻ മസ്തൂറ, ആ പരിധിക്കപ്പുറത്ത് അതിന് മറയുണ്ട്, അത് കാണാൻ സാധ്യമല്ല എന്നതുപോലെ തന്നെ, ഫകദാലിക ജഅല ലിഅബ്സാരിൽ ഖുലൂബി ഗായ, നമ്മുടെ ഹൃദയത്തിൻ്റെ കാഴ്ചകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പരിധി വെച്ചിട്ടുണ്ട്. ലാ യുജാവിസുഹ, ആ പരിധി വിട്ട് കടക്കുകയില്ല ബുദ്ധിയുടെ ശേഷി. വഹുദൂദൻ, അതിന് പരിമിതികൾ, അതിന് ബൗണ്ടറികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ലാ യതഅദ്ദാഹ, ആ ബൗണ്ടറികൾ വിട്ട് ബുദ്ധിയുടെ ശക്തിക്ക് കടക്കാൻ സാധിക്കുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ ബുദ്ധിക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതിൻ്റെ പരിധിക്കപ്പുറം ഉള്ള കാര്യങ്ങളിൽ അതിനെ വിനിയോഗിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് പറ്റിയ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വിനിയോഗിച്ചാൽ ഉറപ്പാണ് അവിടെ പരാജയമായിരിക്കും അതിൻ്റെ ഫലം. നമ്മുടെ തൊട്ട് മുമ്പിൽ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെപ്പോലും പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. മണൽത്തരികളുടെ എണ്ണം നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല, നമ്മൾ കാണുന്ന സംഗതിയാണ്. ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ നമുക്ക് പൂർണ്ണമായി അതിൻ്റെ എണ്ണം നമുക്ക് നിശ്ചയിക്കാൻ, നമുക്ക് എണ്ണാൻ, നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ലെങ്കിൽ, മരങ്ങളിൽ നമ്മൾ നിത്യേന കാണുന്ന മരങ്ങളിലുള്ള ഇലകൾ നമുക്ക് അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ, കടലിലുള്ള മത്സ്യങ്ങളെ നമുക്ക് തിട്ടപ്പെടുത്താൻ, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധ്യമല്ലെങ്കിൽ, പിന്നെ നമ്മുടെ ഇന്ദ്രിയ ശക്തികൾക്ക് അതീതമായ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് വിധി പറയാൻ, പൂർണ്ണമായും അതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളത് നമ്മുടെ പരിധിക്കും പരിമിതിക്കും ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. അതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് വലയം ചെയ്തറിയാൻ സാധിക്കുന്ന, നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ നമ്മളതിനെ വിനിയോഗിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് അതിനെ വലിയ ലക്ഷ്യങ്ങൾ, വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് പറഞ്ഞ ആ വല്ലാത്ത വാചകം, തഫക്കറൂ ഫി ആലാ ഇല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക. വലാ തഫക്കറൂ ഫില്ലാഹി അസ്സ വജൽ, എന്നാൽ അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ ദാത്തിനെയും സിഫാത്തിനെയും അതിൻ്റെ രൂപങ്ങളെയും ഒക്കെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് അത് ശരിയല്ല. അതിൻ്റെ കൈഫിയത്തിനെ, അതിൻ്റെ രൂപത്തെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുക എന്നുള്ളത് അത് നിങ്ങൾ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അതിൻ്റെ കാരണം? അത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമുള്ള, ബുദ്ധിക്ക് ശേഷിയില്ലാത്ത മേഖലയാണ് എന്നതാണ്. അതുകൊണ്ട് ബുദ്ധി എവിടെ വിനിയോഗിക്കണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ വിനിയോഗിക്കാൻ, ബുദ്ധിയുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അപ്പുറമുള്ള, പരിധിക്കപ്പുറത്തുള്ള കാര്യങ്ങളിൽ വിനിയോഗിച്ചുകൊണ്ട് വഴികേടിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.